ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ രണ്ട് സെലിബ്രിറ്റികൾ തമ്മിലുള്ള തെറിവിളിയാണ്. അതായത് ഫോണിലൂടെ വിളിച്ചിട്ടുള്ള തെറിവിളി. അതായത് ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഡയറക്ടറും ആക്ടറുമായിട്ടുള്ള ജോജു ജോർജും, രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് സനൽകുമാർ ശശിധരൻ. നിങ്ങൾക്കറിയാലോ, മഞ്ജു വാര്യരുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ട് അവസാനം ഞാനും മഞ്ജുവും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്, ഭയങ്കര പ്രേമത്തിലാണെന്നും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പോകുന്നു. മറു സൈഡിൽ മഞ്ജു വാര്യർ ഇദ്ദേഹത്തിനെതിരെ പോയി കേസ് കൊടുക്കുന്നു. എന്നിട്ട് പോലീസുകാരെ വിളിച്ച് പറയുമ്പോഴും ഇയാൾക്കിതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ നടക്കുന്ന സനൽകുമാർ ശശിധരനും നമ്മുടെ ജോജു ജോർജും തമ്മിലുള്ള തെറിവിളിയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ജോജുവിൻ്റെ കിടുക്കാച്ചി തെറികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് 18 വയസ്സിന് മേലെയുള്ള ആളുകൾ മാത്രം ഈ ഒരു വീഡിയോ കാണേണ്ടതാണ്. അപ്പോൾ എന്തിനാണ് ഈ തെറിവിളി, എങ്ങനെയാണ് തുടങ്ങുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത് എന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് സനൽകുമാർ ശശിധരൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ചോല എന്ന സിനിമ പൂർത്തിയായ ശേഷം അതിൻ്റെ പ്രൊഡക്ഷനിൽ ഭാഗമാക്കാമോ എന്ന് ജോജു ജോർജ് എന്നോട് ചോദിച്ചു. ഷാജി മാത്യു അത് വിൽക്കുന്നുണ്ട് എങ്കിൽ അത് വാങ്ങാൻ തയ്യാറാണെന്നും അയാൾ പറഞ്ഞു. അങ്ങനെയാണ് ഷാജി മാത്യുവിൽ നിന്നും 86 ലക്ഷം രൂപയ്ക്ക് ജോജു ജോർജിൻ്റെ അപ്പു പാത്തു പപ്പു പ്രൊഡക്ഷൻ ഹൗസ് ചോല വാങ്ങുന്നത്. ജോജുവിന് ആ സിനിമയിൽ വളരെയധികം ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും അധികം പണം മുടക്കി അത് റിലീസ് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ സിനിമയുടെ സ്വഭാവം മാസ് ഓഡിയൻസിൽ ദഹിക്കുന്നതല്ലാത്തത് കൊണ്ട് 40ഓ 50ഓ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു. ജോജു അത് കേട്ടില്ല. അയാൾ അതിൽ എത്ര പണം ചെലവാക്കി എന്നെനിക്കറിയില്ല. പക്ഷേ 140 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമ 3 ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ തിയേറ്ററിൽ നിന്നും പിൻവലിക്കപ്പെട്ടു. എന്നോട് ജോജു പറഞ്ഞത് തിയേറ്ററിൽ ആളില്ലാത്തത് കൊണ്ട് പിൻവലിച്ചു എന്നാണ്. സിനിമ ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരൊറ്റ തിയേറ്ററിൽ പോലും നിലനിർത്താതെ സിനിമ പിൻവലിച്ചത് എന്തിനെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായിരുന്നില്ല. സിനിമ പിൻവലിച്ചെങ്കിലും എന്നെ സമാധാനിപ്പിക്കാൻ എന്നെപ്പോലെ ഉടൻ തന്നെ അത് ആമസോണിൽ റിലീസ് ചെയ്തു എന്ന പോലെ ഉടൻ തന്നെ അത് ആമസോണിൽ റിലീസ് ചെയ്തിരുന്നു. ആ സിനിമയുടെ പ്രേക്ഷകരെ അത് കണ്ടെത്താൻ തുടങ്ങും മുമ്പ് ആമസോണിൽ നിന്നും 24 മണിക്കൂറിനകം സിനിമ പിൻവലിക്കപ്പെട്ടു. ഞാൻ വഴക്കുണ്ടാക്കിയപ്പോൾ ചോല വീണ്ടും 4-5 ദിവസങ്ങൾക്ക് ശേഷം ആമസോണിൽ വന്നു. എങ്കിലും ഇന്ത്യയിൽ മാത്രമാണ് അത് ലഭ്യമായിരുന്നത്. ഇപ്പോൾ അത് അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ. ഗുഡ് മൂവീസ് എന്നൊരു കമ്പനിയായിരുന്നു ചോലയുടെ അന്താരാഷ്ട്ര വിതരണം നടത്തിയിരുന്നത്. അവരോട് വിതരണം നിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജോജു ജോർജിൻ്റെ കമ്പനിയിൽ നിന്നും ഒരു ഇമെയിൽ പോയതിനെ തുടർന്ന് ജോജുവിൻ്റെ സുഹൃത്തും ചോലയുടെ കേരളത്തിലെ വിതരണം നടത്തിയിരുന്ന ആളുമായ സുരാജിനെ ഞാൻ വിളിച്ചു. ചോലയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ദിലീപേട്ടനുമായി ഒരു ചർച്ച നടക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് എന്നയാൾ പറഞ്ഞു. അത് അന്വേഷിക്കാൻ ഞാൻ ജോജുവിനെ പലതവണ വിളിച്ചിരുന്നു. ജോജു ഫോൺ എടുക്കാതെ വന്നപ്പോഴാണ് ഞാൻ ഇതേക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. പോസ്റ്റ് ആളുകൾ ശ്രദ്ധിച്ചതോടെ ക്ഷുഭിതനായ ജോജു എന്നെ വിളിച്ച് തെറി പറഞ്ഞു. വീട്ടിൽ വന്ന് തല്ലുമെന്നും പറഞ്ഞു. അത് ഞാൻ റെക്കോർഡ് ചെയ്ത് എന്ന് ഭയന്നിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. അല്പസമയം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത ശബ്ദരേഖയാണ് ഇത്. ഓക്കെ. ചോല എന്ന സിനിമ അല്ലി എന്ന പേരിൽ തമിഴ് ഡബ്ബ് ചെയ്ത് സെൻസർ ചെയ്തിരുന്നു. കാർത്തിക് സുബ്ബരാജിൻ്റെ സ്റ്റോൺ ബെഞ്ച് പ്രൊഡക്ഷൻ ആയിരുന്നു ഇതിൻ്റെ കോ പ്രൊഡ്യൂസർ. അതിൻ്റെ പണികളെല്ലാം പൂർത്തിയായി എങ്കിലും ആ സിനിമ പിന്നെ വെളിച്ചം കണ്ടില്ല. പിന്നീട് ഞാൻ അതിൽ പ്രവർത്തിച്ച സ്റ്റോൺ ബെഞ്ചിൻ്റെ പ്രതിനിധിയെ വിളിച്ചു ചോദിച്ചപ്പോൾ ആ സിനിമ ജോജു തന്നെ വാങ്ങിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു. എന്നോട് ഒരു തരം ആലോചന നടത്താതെയാണ് ജോജു ഇത് ചെയ്തത്. ഓടാതെ പെട്ടിയിലിരിക്കുന്ന ചോല എന്ന സിനിമ എന്തിന് ദിലീപേട്ടൻ വാങ്ങണം എന്നൊരു സംശയം അന്ന് തന്നെ എനിക്കുണ്ടായിരുന്നു. ഷാജി മാത്യുവിൽ നിന്ന് എൻ്റെ മറ്റു സിനിമകളുടെ എല്ലാം റൈറ്റുകളും മറ്റാരോ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിവ് കിട്ടിയിരുന്നു. അത് ഇയാളാണോ എന്ന് എനിക്കറിയില്ല. ജോജു എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ ഞാൻ പുറത്തുവിടും എന്ന് ഭയന്ന് അഖിൽ മേരർ എന്നയാളുമായി മുഖേന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. ഇയാളിങ്ങനെ സിനിമാ കഥ പോലെയൊക്കെയാണ് പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോജു ജോർജും സനൽകുമാർ ശശിധരനും തമ്മിലുള്ള ബിസിനസ് പരമായിട്ടുള്ള, അതായത് സിനിമ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ഇത് ഇഷ്ടപ്പെടാത്ത ജോജു ജോർജ് സനൽകുമാറിനെ വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിലാണ് ജോജു ജോർജിൻ്റെ കിടിലൻ തെറിവിളികളും കാര്യങ്ങളൊക്കെ ഓഡിയോയിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഓഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതാണ് സെലിബ്രിറ്റികളുടെയും ജീവിതം. അതായത് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല ചേട്ടന്മാരാണല്ലോ, നല്ല സെലിബ്രിറ്റികളാണല്ലോ എന്ന് പറയും. പക്ഷേ ഇവർ തമ്മിൽ ഇതേപോലെയൊക്കെ തന്നെയാണ്. അതായത് ഫോൺ വിളിക്കുമ്പം ഇതേപോലുള്ള തെറികൾ, സാധാരണക്കാർ വിളിക്കുന്ന പച്ചത്തെറികൾ, പഴുത്ത തെറികൾ, അങ്ങനെയൊക്കെ തന്നെയാണ് ഇവരും സംസാരിക്കുന്നതെന്നാണ് എനിക്കിത് കേട്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ ജോജു ജോർജ് ആ പണി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് പണീനെക്കുറിച്ച് നെഗറ്റീവായിട്ട് റിവ്യൂ ഇട്ടു എന്നും പറഞ്ഞിട്ട് ഇതേപോലെ ഒരാളെ വിളിച്ച് തെറി പറയുന്നുണ്ടായിരുന്നു. അതിൽ തെറിയായിട്ട് അധികമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ
വിളിച്ച് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെയൊക്കെ തന്നെയാണ് ജോജു ജോർജ്. ഇപ്പം വലിയൊരു പ്രൊഡ്യൂസറാണ്, ഒരു ഡയറക്ടറാണ്, ഒരു ആക്ടറാണ്. അപ്പം അദ്ദേഹം ഇതേപോലെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഇതായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സനൽകുമാർ ശശിധരൻ്റെ കാര്യം കൂടുതലൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനിവിടെ ഒന്നും പറയുന്നില്ല. അത് വേറെ തന്നെ ഒരു ഒരു സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇപ്പം ഒന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ജോജു ജോർജും സനൽകുമാറും തമ്മിലുള്ള സംസാരം നമുക്കത് കേട്ടുകൊള്ളാം. നീയും ഷാജി മാത്യുവും തമ്മിലുള്ള കരാറില് ജോജു ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് 33 സംസാരിക്കുന്നേ. നിനക്ക് എന്ത് മര്യാദ? നിനക്ക് എന്ത് മര്യാദ? നീ ചീറ്റ് ചെയ്യാൻ നടക്കും. ലോകത്തുള്ള എല്ലാവരും ചീറ്റ് ചെയ്യുന്ന നിന്നോട് നിന്നെ നേരിട്ട് കണ്ട നിന്റെ ചകളെ അടിച്ചു പൊളിക്കൂടാ. പിന്നെ നീ അങ്ങ് ഒലത്തും. നീ അത് കുറെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. നീ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാ മതി. ഒരു കയ്യിലും നിന്നെ ഞാൻ നേരിട്ട് കാണണമെന്ന്. നീ ഒലത്തും പോടാ. നിന്നെയൊക്കെ പോലെയുള്ള കുറെ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. നീ അതല്ല, മര്യാദക്ക് പറയാനാണെങ്കിൽ സംസാരിക്കും. മര്യാദക്ക് പറയാനുണ്ടെങ്കിൽ സംസാരിക്കേ. എനിക്ക് നിന്നെ പോലെ കുറെ എണ്ണ ഇതുപോലെ നടക്കുന്നുണ്ട് എന്നെ അങ്ങ് വലത്താൻ വേണ്ടി. എനിക്ക് അതിലൊന്നും പേടിയില്ല. നിനക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിട്ട് നിന്നെ പോലെ. അതായത് ആൾക്കാർ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുന്നതാ. പക്ഷേ എനിക്ക് താൻ ചെയ്ത് തന്റെ പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് സങ്കടോട് വന്നത്. നിന്റെ സങ്കടം ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ. നീ ആരോട് ചോദിച്ചിട്ടാണ് ആ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ നിന്ന് പടം പിൻവലിച്ചത്? എന്നോട് നീയൊക്കെ എന്ത് നന്ദിയില്ലാത്തതാണോ? നീ എന്ത് എന്നോട് ചോദിച്ചിട്ടാണോ ഇന്റർനാഷണൽ ഫിലിം സർക്യൂട്ടിൽ വരുമാനമില്ലാതെ നീ എത്ര ഡോളർ കൊടുത്തു? ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്. നീ എത്ര ഡോളർ കൊടുത്തു ഗുഡ് മൂവീസിന്? നീ ഒരു പൈസ കൊടുത്തില്ലല്ലോ. നീ ആകെ കൊടുത്ത ഡോളർ ഞാൻ പറഞ്ഞുതരാം. നീ ആകെ കൊടുത്ത ഡോളർ വെനീസില് പബ്ലിസിറ്റിക്ക് വേണ്ടി 4000 യൂറോ കൊടുക്കണമെന്ന് പറഞ്ഞു. നീ അത് സമ്മതിച്ചു. നീ അത് 4000 യൂറോ എന്ന് പറഞ്ഞ എത്ര രൂപ? 4000 യൂറോ എന്ന് പറഞ്ഞാൽ നീ കൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ച പൈസ പിന്നെ നീ അല്ലാതെ വേറെ ആരെയും കൊടുക്കുവോ? അല്ല അതെത്ര രൂപ? എടാ നീ അത് എത്ര രൂപ ആയിക്കോട്ടെ, അത് ഇതുമായിട്ട് ബന്ധമില്ല. അത് താൻ 4000 യൂറോ എന്ന് പറഞ്ഞു. അത് ഏകദേശം 5 ലക്ഷം രൂപ കൊടുത്തോളാം. ഒരു രൂപ വരുമാനം ഉണ്ടായോ? പിന്നെ ഞാൻ എന്തിനാണ് അവർക്ക് പൈസ? അങ്ങനെയല്ലല്ലോ. 1 രൂപ വരുമാനം നിനക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. ആ പടം ഇന്റർനാഷണൽ സർക്യൂട്ടിൽ ഓടുന്നുണ്ട്. അത് പോട്ടെ, ഈ പടം വേറെ ആർക്കാണ് പറയണ? ആദ്യം നീ എന്നെ ചീറ്റ് ചെയ്ത് പറയണ. സൂരജ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ആ പടം ദിലീപ് വാങ്ങിയെന്നാണ്. ദിലീപ് വാങ്ങിയോ? എന്നോ നോണയാണോ നീ പറയുന്നത്? ഞാനാണോ പറയുന്നത്? സുരാജ് എന്നോട് ഉള്ളവരും പറയാട്ടോ. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം. തന്റെ കിളി പോയിരിക്കുക. താൻ ആൾക്കാരെ പറ്റിച്ച് പക്ഷെ വെറും സുരാജ് എന്നോട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചതാ. എന്തൊക്കെയാണ് ആ പടത്തിന് എന്തൊക്കെ ചെയ്തു, എത്ര ചെലവായി, നീ എന്തുകൊണ്ടാണ് ഈ പടം ഇപ്പോ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ നിന്ന് പിൻവലിക്കാൻ തീരുമാനിച്ചത്? ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. നീ ആ കരാറിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രകാരം എനിക്ക് ആ പടത്തിന്റെ 33% റൈറ്റ്സ് ഉണ്ട്. നീ ഇതുവരെ താൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറയുന്ന നീ നുണക്കുണ്ടല്ലോ. നിന്റെ കരാറില്ലേ? നീ തമ്മിലുള്ള കരാറില്ലേ? അതെടുത്ത് വായിച്ചു നോക്ക്. ഞാനത് സുരാജിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. എടോ താൻ എന്നോ ഫ്രോഡാടോ താൻ. ആ കരാറ് ഞാൻ ഇനി പബ്ലിഷ് ചെയ്യണോടെ? ആ കരാറും പബ്ലിഷ് ചെയ്യണോ? ഞാൻ അതും ചെയ്യാം. അത് വേണോ? എനിക്ക് 33% റൈറ്റ്സ് ഉണ്ട് എന്നുള്ളത് കരാറ് ഞാൻ പബ്ലിഷ് ചെയ്യണോ? അതും ചെയ്യാം. വേണോ? എന്നാ പരിപാടിയാണോ കാണിക്കുന്നത്? എന്നാ പരിപാടി? കരാറ് ഞാൻ പബ്ലിഷ് ചെയ്യണോ വേണ്ടെന്ന് മാത്രം നീ പറഞ്ഞു. എന്നാ കരാറാണോ? 1 രൂപ ലാഭം കിട്ടിയിട്ടുണ്ടോ? 1 രൂപ ലാഭം ഉണ്ടോ നഷ്ടമൊന്നും ഉണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് ആ കരാർ അനുസരിച്ച് പിന്നെ എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്ന് ചകളയ്ക്ക് അടിച്ചു. പിന്നെ നീ പോടാ. നീ ആര്? നീ എന്റെ ഭസ്മമായി പോവും. അറിയാമോ നിനക്ക്? നീ ഈ പറഞ്ഞ വാക്കില്ലേ, ഇന്ന് രാത്രി നീ നാളെ രാവിലെ ഉറങ്ങി എണീക്കുമ്പോ നീ അറിയൂടാ. ഒന്നുമില്ല. നീ അറിയൂടാ. നീ അറിയും. ഞാനാണ് പറയുന്നത്. നീ നാളെ ഉറങ്ങി എണീക്കുന്നതിന് മുമ്പ് നീ അറിയും.
നീ എന്റെ ചെകിട എന്തായാലും ഒരു പ്രശ്നമില്ല. നീ എന്നെ ചീറ്റ് ചെയ്തതിന് എന്റെ ഒരു കണക്കുണ്ട്, മനസ്സിലായോ? നീ കണക്ക് ചെയ്തതൊന്നുമല്ല, നീ കണക്കൊന്നുമല്ല. ഞാൻ നീ എന്നെ പ്യൂറായിട്ട് ചീറ്റ് ചെയ്തതിന് ഞാൻ ചോദിച്ചതിന് ഒറ്റ കാര്യം, നീ ആ കരാറിലുള്ള അതനുസരിച്ച് എനിക്ക് 2.5 കോടി രൂപയ്ക്ക് പറയോ? എടാ നീ എത്ര ഉത്തരവാദിത്വം പറയണമെന്നുള്ളത് ജോജു, നീ ആദ്യം നിനക്ക് ആര് ലൈസൻസ് തന്നു എന്ത് എന്നെ കുറിച്ച് മോശം എഴുതാൻ? എന്നെ കുറിച്ച് ഇനി സനൽകുമാർ ശശിധരൻ നീ മോശമായിട്ട് എന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞാൽ, ഉള്ളത് പറഞ്ഞോ, ഇല്ലാത്തത് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. നിന്നെ പറ്റി ഒരു കാര്യവും ഇല്ലാത്ത ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ പറ്റി ഉള്ള കാര്യം മുഴുവൻ നീ പറഞ്ഞു, ഇല്ലാത്തത് പറഞ്ഞാൽ. നിന്നെ പറ്റി ഇല്ലാത്തത് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്കും. എന്നെ കുറിച്ച് നീ എന്നെ ഉപദ്രവിക്കാൻ ഞാൻ പറഞ്ഞതിന് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാം. നിനക്ക് എന്റെ സ്വഭാവം നീ എന്നെ നേരിട്ട് കാണും. നീ നേരിട്ട് കാണും. അതൊക്കെ നിനക്ക് തോന്നലാടാ. ഇന്ന് ഇതൊക്കെ മനുഷ്യ, ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിലാടാ കേട്ടോ. നീ റെക്കോർഡ് ചെയ്തിട്ടില്ലേ? റെക്കോർഡ് ചെയ്തെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ സംസാരിക്കുന്നത്, മനസ്സിലായോ? ഞാൻ ഇതിനെ നേരിടാൻ തരാം. കാരണം ഞാൻ അഭിനയിക്കാൻ നടക്കുന്നവനാ. പക്ഷെ നിങ്ങളുടെ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ചെലവാക്കിയിട്ട് ഇന്നും ഞാൻ എന്റെ സുഹൃത്തിന് പലിശ കൊടുത്തോണ്ടിരിക്കുക ഈ 2.5 കോടി രൂപയ്ക്ക്. എന്നിട്ട് എന്നെ ദ്രോഹിക്കുന്ന നീ ഉണ്ടല്ലോ, നീ നിന്നെ നമുക്ക് കാണാം. ഞാൻ ധൈര്യത്തോട് തന്നെ പറയണേ. കാരണം ഇത്രയും പൈസ ഞാൻ ഒറ്റയ്ക്ക്, 1 രൂപ ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചു. ഒരാളുടെ കൂടെ പലിശ കൊടുത്തോണ്ടിരിക്കുക ഞാൻ, മനസ്സിലായോ? എന്റെ അടുത്താണ് നീ ഇപ്പൊ എന്നെ വെല്ലുവിളിച്ച്. ഈ റെക്കോർഡ് ഞാൻ പബ്ലിഷ് ചെയ്യുവേ. ഇത് ഞാൻ പബ്ലിഷ് ചെയ്യും. അപ്പൊ ഇതാണ് ജോജു ജോർജും സനൽകുമാർ ശശിധരനും തമ്മിലുള്ള ആ ഒരു തെറി സംഭാഷണം എന്ന് പറയുന്നത്. അപ്പോൾ ജോജു ജോർജിൻ്റെ ഈ ഒരു വോയിസ് കേട്ടിട്ട്, അല്ലെങ്കിൽ ഈ ഒരു തെറിവിളി കേട്ടിട്ട്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ സംസാരം കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ജോജു ജോർജിന് എത്ര വന്നിട്ടുണ്ടെങ്കിലും പഠിക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനു മുമ്പ് ഇതേപോലെ ഒരു വോയിസ് കോള് ലീക്കായ സമയത്ത് ഇതേപോലെ അദ്ദേഹം ഇൻ്റർവ്യൂവിലെല്ലാം വന്ന് പറയുന്നുണ്ടായിരുന്നു, ആ ഒരു കോള് കാരണം എനിക്ക് ഭയങ്കര നഷ്ടങ്ങളുണ്ടായി, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അന്ന് വന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു കുഴിയിൽ പോയി ചാടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു ഇത് അധികം ആരും അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം റിയാക്ഷൻസ് വീഡിയോസ് ഒന്നും ഇതിനെക്കുറിച്ച് ഞാൻ കണ്ടില്ല. ചിലപ്പം വരുമായിരിക്കും. ഓക്കെ, അപ്പം ഒരിക്കൽ കുഴിയിൽ വീണ, അല്ലെങ്കിൽ ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച വീണ്ടും വീണ്ടും എന്തിനാണ് ചൂടുവെള്ളത്തിൽ പോയി കൈയിട്ട് നോക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും കൊള്ളാം.